ഈ കാണുന്ന ദൃശ്യങ്ങൾ ബഹ്റൈനിൽ നേരത്തെ മനാമയിലുണ്ടായ നമ്മൾ നേരത്തെ കണ്ട ആ ജനവാസ മേഖലയിലെ അപ്പാർട്ട്മെന്റിന് നേരെ നടന്ന ആക്രമണത്തിന്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതിൽ വളരെ വളരെ കൃത്യമായി കാണാം. ഒരു ഡ്രോൺ പറന്നു വരുന്നതും അതിലേക്ക് ഇടിച്ചു കയറുന്നതും വളരെ വ്യക്തമായി കാണാം. അത് എക്സാനിൽ പറയുന്ന ഇൻസൈൻ വിഷ്വൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രേക്ഷകർ കാണുകയാണെന്ന് പറഞ്ഞാൽ ജനവാസ മേഖലയിൽ നമ്മൾ നേരത്തെ കണ്ട ആ കെട്ടിടത്തിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതിലേതെങ്കിലും തരത്തിൽ കാഷ്വാലിറ്റി ഉണ്ടോ, ആൾക്കാർ മരിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഈ കണ്ട ബിൽഡിങ്ങിലേക്കുള്ള അതിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ ഇതിലെന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ, ആളുകൾ മരിച്ചിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. അതിലെ ഇറാൻ മിലിറ്ററിയുമായി അടുത്ത് നിൽക്കുന്നെന്ന് പറയപ്പെടുന്ന ചില ഏജൻസികൾ പറയുന്നത് ഇതിനുള്ളിൽ അമേരിക്കയുടെ സൈനിക ഉദ്യോഗസ്ഥരുണ്ടായിരുന്നെന്നും അവരെന്തോ മീറ്റിങ്ങിലായിരുന്നു അവിടെയെന്നും, അപ്പോൾ അത് ലക്ഷ്യം വെച്ച് തന്നെയാണ് അങ്ങോട്ട് ആക്രമിച്ചത് എന്നൊരു ചില വെർഷനുണ്ട്. അതല്ല, ജനവാസ മേഖലയിൽ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇറാൻ എന്നൊരു വെർഷനുണ്ട്. നമുക്കറിയില്ല, വസ്തുത എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും വീണ്ടും ഖത്തർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഹൈ അലർട്ടിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ ഖത്തറിൽ കൊടുക്കുന്ന അറിയിപ്പ്: പ്ലീസ് എൻഷുർ ടു സ്റ്റേ അറ്റ് ഹോം ഓർ ഇൻ എ സേഫ് പ്ലേസ് ആൻഡ് നോട്ട് ടു ഗോ ഔട്ട് ഒൺലി ഫോർ എക്സ്ട്രീം കേസ് അണ്ടിൽ ദ ഡേഞ്ചർ ഹാസ് പാസ്ഡ് എന്ന് ഏറ്റവും ഒടുവിലും അവിടെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. കുവൈറ്റിൽ ഇപ്പോഴും നിരന്തരം കേൾക്കുന്നു സൈറൺ എന്ന് പറയുന്നുണ്ട്. ഈ രാത്രി എത്രത്തോളം സമാധാനത്തിൻ്റെ രാത്രിയാണെന്നറിയില്ല. ഇപ്പോൾ ബഹ്റൈനിൽ സൈറനൊന്നുമില്ല എന്ന് ഇഷാന സൈഹ പറയുന്നുണ്ട്. ബഹ്റൈൻ സേഫാണ് എന്ന് പറയുന്നു. എഗെയിൻ അലർട്ട് ഓൺ ഖത്തർ എന്ന് സഞ്ജയ് ആനന്ദ് പറയുന്നുണ്ട്. ഖത്തറിൽ സേഫ് അലാം കേൾക്കുന്നുവെന്ന് ഒന്ന് രണ്ട് പ്രേക്ഷകർ പറയുന്നു. നേരത്തെ കുവൈറ്റിലാണ് കേട്ടിരുന്നത്. ബഹ്റൈൻ അലർട്ട് എഗെയിൻ സ്റ്റാർട്ടഡ് എന്ന് പറയുന്നു. ഖത്തറിൽ വീണ്ടും സൈറൺ മുറങ്ങി റനീഷ് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഖത്തറിൽ അല്ലുദൈദിലേക്ക് പിന്നെയും പോവുകയാണെന്നറിയില്ല. കുവൈറ്റ് അടിച്ചു എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. കുവൈറ്റിൽ സ്ഫോടന ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ സ്ഫോടന ശബ്ദം എന്ന് പറയുമ്പോഴും ജനവാസ മേഖലയിലേക്കുണ്ടായ ഒരൊറ്റ സംഭവം മാത്രമേ അങ്ങനെ ബഹ്റൈൻ മനാമയിലേക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ യാഥാർത്ഥ്യം ഇനി അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ മറ്റ് ജനവാസ മേഖലകളിലേക്കൊന്നും ഇത്രയധികം ആക്രമണം ഉണ്ടാകുമ്പോഴും വേറെ ഡ്രോണുകളോ മിസൈലുകളോ ഒന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ടതോ പാനിക്കാവേണ്ടതോ സാഹചര്യം നിലവിലില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാര്യം അതത് രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഏതെങ്കിലും തരത്തിൽ ഭയക്കേണ്ടതില്ല. പക്ഷേ അവർ നൽകുന്ന അഡ്വൈസറികൾ, അതത് സ്ഥലങ്ങളിലെ എംബസികൾ നൽകുന്ന അഡ്വൈസറികൾ കൃത്യമായി പാലിക്കുക. ഇത് ഖത്തറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഖത്തറിൻ്റെ എയർബേസുകൾ ലക്ഷ്യമിട്ട് ഖത്തറിൻ്റെ ആകാശത്ത് ഇറാന്റെ മിസൈലുകൾ പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്ലുദൈദിൽ അവിടുത്തെ ഈ പറയുന്ന പേട്രിയറ്റ് സംവിധാനത്തിന്, അമേരിക്കയുടെ പേട്രിയറ്റ് സംവിധാനത്തിന് ചെറുക്കാൻ കഴിയാത്തവണ്ണം അല്ലുദൈദ് എയർബേസിനകത്തേക്ക് മിസൈലുകൾ വീഴുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ കുറച്ചു സമയം മുൻപുണ്ടായ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ വീണ്ടും ഖത്തറിൽ സൈറണുകൾ മുറങ്ങുന്നുണ്ട് എന്ന് കേൾക്കുന്നു. കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറായി ഖത്തർ സൈലന്റ് ആയിരുന്നു. വീണ്ടും അവിടെ സൈറണുകൾ മുഴങ്ങുന്നതിനർത്ഥം, വീണ്ടും മുന്നറിയിപ്പുകൾ പോകുന്നതിനർത്ഥം വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണം തുടങ്ങാനാണോ എന്ന കാര്യം അറിയില്ല. സേഫ് ആൻഡ് സെക്യൂറായിട്ട് ഇരിക്കുക. അവിടെ ഈ പറയുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി കേൾക്കുക. അത്യാവശ്യമില്ലെങ്കിൽ അകത്ത് തന്നെ ഇരിക്കുക. അല്ലാതെ ഒരുപക്ഷെ മിസൈലുകൾ ആകാശത്തേക്ക് നോക്കാനുള്ള കൗതുകത്തിലാണ് പുറത്തേക്കൊന്നും ഇറങ്ങാതിരിക്കുക. സേഫായി തന്നെ ഇരിക്കുക. ഷാർജയിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സോണി ജോസഫ് പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ബഹ്റൈനിൽ വീണ്ടും സൈറൺ മുഴങ്ങിയെന്ന് ജോജി ജോർജ് പറയുന്നു. കുവൈറ്റിൽ 3 തവണ പൊട്ടിത്തെറി ശബ്ദം കേട്ടു മംഗഫ് ഏരിയയിൽ എന്ന് ഹരീഷ് കുഞ്ഞി മുഹമ്മദ് പറയുന്നുണ്ട്. ഖത്തർ വീണ്ടും സൈറൺ എന്ന് സലീം പറയുന്നു. ഖത്തർ ഇപ്പോഴും ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് നൂർ പറയുന്നുണ്ട്. അപ്പോൾ കുവൈറ്റിലെ മംഗഫിൽ 2 മിസൈലുകൾ വീണുവെന്ന് ആനന്ദ് മുരളി പറയുന്നുണ്ട്. കുവൈറ്റിൽ നേരത്തെ കുറേയധികം സമയം സൈറൺ കേട്ടിരുന്നു. അതിൻ്റെ പിന്നാലെ എവിടെയൊക്കെയോ ചെറിയ സ്ഫോടനങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കുവൈറ്റിൽ ഇപ്പോഴും സൈറണുകൾ മുഴങ്ങുന്നുമുണ്ട്. ഈ രാത്രി ഏറ്റവും വിധിഭരിത രാത്രിയാകും എന്ന കാര്യത്തിലൊരു തർക്കവും വേണ്ട. അത് ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം, എയർബേസുകളിലേക്ക് മാത്രമാണ് എന്ന് ഇറാൻ പറയുന്നത് വിശ്വസിച്ചാൽ, അതല്ലെങ്കിൽ തന്നെ ഇറാനും ഇസ്രായേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഇറാൻ്റെ പല മേഖലകളിലും പല പ്രവിശ്യകളിലും ഇസ്രായേൽ അവകാശപ്പെടുന്ന അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എയർ സ്ട്രൈക്ക് എന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. 20 ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം 500 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തീമഴ പെയ്യ്ക്കൽ നടക്കുന്നു ഇറാൻ്റെ പല പ്രവിശ്യകളിലും. അതിൽ എത്ര മരണങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യം അചിന്ത്യമാണ്, ഇപ്പോൾ പറയാൻ കഴിയാത്തതാണ്. നിലവിൽ 200+ മരണം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. 200 അല്ല, ആ തീമഴയ്ക്ക് ഇറാനിലെ മരണം 200 ആവേണ്ടത്. അതേസമയം തന്നെ ഇറാൻ്റെ ഈ പറയുന്ന സൂപ്പർസോണിക് മിസൈലുകൾ, ഇറാൻ്റെ സിജയിൽ മിസൈലുകൾ, ഇറാൻ
ഇറാന്റെ ഈ പറയുന്ന രീതിയിൽ പോയി പൊട്ടി പരതായി ചിതറി പല ഭാഗത്ത് വീഴുന്ന ടൈപ്പിലുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഒക്കെ ഇസ്രയേലിൻ്റെ ആകാശത്തും ഹൈഫയിലും ഈ ടെല്ലവീവ് അടക്കമുള്ള ജനവാസ മേഖലകളിലടക്കം ഇറാന്റെ ഡ്രോൺ ആക്രമണം പ്രേക്ഷകർ കാണുന്നത്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി. നേരത്തെ കണ്ടത് അമേരിക്കയുടെ ആക്രമണമാണെങ്കിൽ ഇത് ഇറാൻ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ ഈ സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ സമയവും ഇസ്രായേലും ഇറാനും ഏതെങ്കിലും തരത്തിൽ ഒരു ഇടവേളയില്ലാതെ നിശബ്ദമാകാതെ ആകാശം തീമഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 201 എന്ന് പറയുമ്പോൾ അതൊന്നും ആവില്ല മരണസംഖ്യ എന്ന കാര്യം ഉറപ്പാണ്. 700-ലധികം പേർക്ക് പരിക്കുണ്ട് എന്ന് ഇതിനോടകം പറയുമ്പോൾ മരണസംഖ്യയൊക്കെ ഇനിയും അതിൻ്റെ 10 മടങ്ങെങ്കിലും ഉയരാനിടയുണ്ട്. അത് യുദ്ധത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ പരിണതി. അതിൽ കൊല്ലപ്പെടുന്നവരെ ഏറെയും ഒന്നും അറിയാത്ത സാധാരണക്കാർ പാവങ്ങളാകും എന്നുള്ളതും യുദ്ധത്തിൻ്റെ ദൗർഭാഗ്യമായ പരിണതി. 85 കുഞ്ഞുങ്ങൾ അതിന് സാക്ഷികൾ. നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. ഇവിടെ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇസ്രായേലിലാണ് ഡ്രോൺ ആക്രമണം നടത്തുന്നത്. ഹൈഫയിലും ടെല്ലവീവിലും വളരെ വ്യാപകമായ രീതിയിൽ ഇറാന്റെ മിസൈലുകൾ തീമഴ പെയ്യിക്കുന്നു. അതേസമയം 200 ഫൈറ്റർ ജെറ്റുകൾ 500 ഇടങ്ങളിൽ ഇറാനിലും പ്രിസൈസായി ആക്രമിക്കുന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുമുണ്ട്. അങ്ങേയറ്റം സംഘർഷഭരിതമായ ഒരു രാത്രിയാണ് ഈ രാത്രി. കുവൈറ്റിലാണ് ഗൾഫ് മേഖലയിൽ ഇപ്പോൾ കൂടുതൽ സൈറണുകൾ കേൾക്കുന്നതും അവിടെ പ്രശ്നമുണ്ടായി എന്നിപ്പോൾ പറയുന്നത് കുവൈറ്റിൽ മാത്രമാണ്. ബാക്കി ഖത്തറിൽ വീണ്ടും അലാമുകൾ കേൾക്കുന്നുണ്ട്. അവിടെ ഈ സുരക്ഷാ മുന്നറിയിപ്പോൾ വീണ്ടും പോകുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഖത്തറിൽ വീണ്ടും അലാറം വന്നുവെന്ന് ജിനോ തോമസ് പറയുന്നുണ്ട്. കുവൈറ്റിൽ ഡ്രോണുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഫഹീൽ മംഗഫ് മേഖലകളിൽ നിന്ന് ശ്രീനിവേഷ് പറയുന്നുണ്ട്. അങ്ങനെ ഗൾഫ് മേഖലയിൽ ഈ രാത്രി വൈകിയുള്ള സമയം പല സ്ഥലങ്ങളിലും ഡ്രോണുകൾ വരുന്നുണ്ട്. അമേരിക്കൻ എയർബേസുകൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണം തുടരുന്നു. ഇറാൻ ഇസ്രായേലിലേക്ക് മാത്രമല്ല, നേരത്തെ അവർ പ്രത്യാക്രമണം തുടങ്ങി വെച്ചപ്പോൾ ഇസ്രായേലിലേക്ക് മാത്രമായിരുന്നില്ല, ഇത്രയധികം ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ എയർബേസിലേക്കും ഇസ്രായേലിലേക്കും ഒരേ സമയം തിരിച്ചടിക്കുന്ന ഏക രാജ്യം ഒരുപക്ഷെ ഇറാനായിരിക്കണം. അതേ സ്ട്രാറ്റജി ഇപ്പോഴും തുടരുന്നുണ്ട്. ആ സ്ട്രാറ്റജി ഒരുപക്ഷെ ഈ മേഖലയിൽ ജനങ്ങളെ ഇറാനെതിരായ സെന്റിമെന്റ്സിലേക്ക് എത്തിക്കും എന്ന് പറയുമ്പോൾ പോലും അവർ തുടരുന്നു. നേരത്തെ തുർക്കി റജബ് തയ്യിബ് എർദോഗൻ പറഞ്ഞത് എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും എന്ത് നിസ്സഹായാവസ്ഥയുടെ പേരിലാണെങ്കിലും സൗഹൃദ രാഷ്ട്രങ്ങളിനകത്തേക്ക് കയറി അടിക്കുന്ന ഇറാന്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തുർക്കി ഇക്കാലം അത്രയും ഇറാന്റെ കൂടെ നിന്ന് തുർക്കി ഗൾഫ് രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ തള്ളിപ്പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗൾഫിലേക്കുള്ള ആക്രമണം അത് ആ മേഖല ഒന്നാകെ ഇറാനെതിരെ തിരിക്കാൻ കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആക്രമണം എത്ര തുടരും ഇറാൻ എന്ന കാര്യം വ്യക്തമല്ല. അതോ കേവലം സമ്മർദ്ദ തന്ത്രം എന്ന നിലയ്ക്കാണോ കാണുന്നതെന്ന് അറിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള സമാധാനത്തിന്റെ ചർച്ചകൾ, സമാധാനത്തിന്റെ ഒരു വെള്ളപ്പതാക മാറുന്നതിന് വിദൂര സൂചനകൾ പോലുമില്ല. ഏറ്റവും ഒടുവിലും നെതന്യാഹു എന്ന് പറയുന്നത് ഞങ്ങൾ ആക്രമണം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.